നമസ്കാരം. നമ്മൾ ഒരു വിഷയമുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവർ ശത്രുക്കളായിട്ട് മാറുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കൾ ശത്രുക്കളായിട്ട് മാറുമ്പോൾ, സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുമ്പോൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തവർ ഒരു എഗ്രിമെൻ്റൊക്കെ ഇട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പോൾ, വലിയ സ്നേഹത്തോടെ നമ്മൾ പെരുമാറുകയും സ്നേഹത്തോടു കൂടി ബിസിനസ് ചെയ്യുകയും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബിസിനസ് തകരുകയും അല്ലെങ്കിൽ അങ്ങനെ തകർന്ന ബിസിനസ്സിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് അകലം വർദ്ധിക്കും. അകലം എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? ഇവിടെ അതിൻ്റെ ഇടയിൽ സമ്പത്ത് കുന്നുകൂടുകയോ സമ്പത്ത് താഴേക്ക് പോവുകയോ ചെയ്യും. അപ്പോഴാണല്ലോ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദത്തിന് പ്രശ്നങ്ങളുണ്ടാകുക, സമ്പത്തുള്ളതും സമ്പത്തില്ലാത്തതും. അപ്പോൾ നമ്മുടെ മനുഷ്യനിൽ ആർത്തി ഇങ്ങനെ വന്ന് നിറയും, പലതരത്തിലും ഉണ്ടാകും. അഹങ്കാരവും അഹംഭാവവും കൊണ്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം ജീവിതമുണ്ടെന്ന് വിചാരിക്കാത്ത മനുഷ്യർ. അത്രയേ ഉള്ളൂ ജീവിതം എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. നമ്മളറിയാതെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ, അല്ലേ? നമ്മുടെ ശരീരത്തിലെ 114 ഗ്രാമുള്ള തലച്ചോറിൽ എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അത് ശബ്ദമായി പുറത്തു വന്ന് നമുക്കൊരാളുമായിട്ട് സംസാരിക്കാനും നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണികൾക്ക് ഈ ഭൂമിയിലെ സുന്ദരമായിട്ടുള്ള സൗന്ദര്യാത്മകമായിട്ടുള്ളതും കാണാൻ കഴിയുന്നതും നമ്മുടെ ബോധത്തിൽ അത് സ്റ്റോക്ക് ചെയ്യുന്നതും ഒക്കെ ഈശ്വരൻ തന്നത് മാത്രമാണ്. അങ്ങനെ ഈശ്വരൻ പോലും ഇല്ല എന്ന് കരുതുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. ഏറ്റവും പ്രിയപ്പെട്ടവർ, ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരൊക്കെ ശത്രുക്കളായിട്ട് മാറുമ്പോൾ നീതിയും നിയമവും നോക്കിയിട്ട് നമ്മൾ കോടതിയിലേക്ക് ചെന്ന് കയറും. അതിന് കറുത്ത കോട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വക്കീലന്മാരുണ്ട്. വക്കീലന്മാരെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന നല്ല അർത്ഥത്തിലെടുക്കണം. ഇന്ന് ഞാൻ എന്നെ നടുക്കിയ അല്ലെങ്കിൽ ഞെട്ടിച്ച അല്ലെങ്കിൽ വിഷമിപ്പിച്ച ഒരു സത്യം എന്താ പറഞ്ഞാൽ, നമ്മുടെ അതിജീവിത, നിങ്ങൾക്കറിയാമല്ലോ, വർഷങ്ങളോളം ദിലീപ് എൻ്റെ ഒരു കാലത്ത് നല്ല സുഹൃത്തായിരുന്നു. ഇപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് സൗഹൃദമില്ലാത്തത് ഞാനൊരിക്കൽ അദ്ദേഹത്തിനെ ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് സൗഹൃദമായി പെരുമാറി. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തെ കാണേണ്ട, ഞാനൊരു എഴുതുന്ന ആളായതുകൊണ്ട് എനിക്ക് ദിലീപിനെ കാണാനും എൻ്റെ ഒരു കഥ വായിക്കാനും ഒക്കെ പറയുമെന്ന് പറഞ്ഞു പോകാം. പണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു, എൻ്റെ രൂപം മാറി, എൻ്റെ സാമ്പത്തികാവസ്ഥ ഇല്ലാതായി, സമ്പത്തില്ലാതായി. അപ്പോൾ സൗഹൃദങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദിലീപ് ഇങ്ങനെ ഒരു വലിയൊരു വിഷയത്തിൽ ചെന്ന് അവിടെ അതിജീവിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ സമൂഹത്തിലെ ഈ കോടതി അവരെയൊക്കെ വെറുതെ വിട്ടാലും ആ തെറ്റ് ചെയ്യുന്നവർക്കെല്ലാം കഠിനമായ ജീവിത ശിക്ഷ ഉണ്ടാകണം. അതികഠിനമായ ജീവിതം, ഇങ്ങനെ ദൈവമില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകരുത് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സമയത്തൊക്കെ എന്നോട് ചോദിച്ച ഒരുപാട് പേര്, സ്വാമി പ്രെഡിക്ഷൻസ് പറയുന്നതല്ലേ, സ്വാമി കണ്ണൈക്ഷി ഉപാസനയിലൂടെ പറയുന്നതല്ലേ, ദിലീപ് ശിക്ഷിക്കപ്പെടുമോ സ്വാമി? ദിലീപ് അത് തന്നെയാണ്. ആ ദിലീപ് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ ഒരാൾ പോലും എൻ്റെ മുമ്പിലില്ല. പക്ഷേ ദൈവം ദിലീപിനെ രക്ഷിച്ചു. ദിലീപ് കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്തോ സ്വന്തം മനസാക്ഷിയോട് അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പെട്ടതായിരിക്കും, ഇത് അദ്ദേഹം അറിഞ്ഞതായിരിക്കും, അറിവില്ലാത്തതായിരിക്കും. എന്തായാലും നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു, 100% രക്ഷപ്പെട്ടു. അവിടെ അതിജീവിത അനുഭവിച്ച ഒരാൾ, ആ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച ഒരാൾ, അത് വളരെ കഠിനമാണ്. ലോകത്ത് ഒരു സ്ത്രീക്കും ഒരു സ്ത്രീയും അനുഭവിക്കാത്ത അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബില്ലാരംഗ കേസിലൊക്കെ ഒരു സഹോദരനും സഹോദരിയുമായിട്ട് കാറി പോകുമ്പോൾ ഈ 2 ഗുണ്ടകളായിരുന്ന ബില്ലേണ്ടെങ്കിൽ അവരെ ആക്രമിച്ചു. അവർ പരമാവധി അയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അയാളെ. പക്ഷെ കുത്തിക്കൊന്നു, 2 പേരെയും കൊന്നുകളഞ്ഞു. സ്കൂൾ കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ യൗവനയുക്തരായ 2 കോളേജിലേക്ക് കയറാൻ പാകത്തിരിക്കുന്ന കുട്ടികളായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പത്രത്തിൽ വളരെ ആകാംക്ഷയോടുകൂടി വായിച്ചിരുന്ന വാർത്തകളാണത്. അങ്ങനെ ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ ഒരു കാരണം, നമ്മൾ അഭയം തേടുന്നത് കോടതി നിയമ വ്യവഹാരങ്ങളിൽ ചെന്നപ്പെടും. ഏത് തരത്തിലുള്ള നല്ല ഉത്തമമായി ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും, പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും, ഒരു കട്ടിലിൽ കിടന്ന് ശരീരം ആസ്വദിച്ചവരാണെങ്കിലും, ജീവിതം ആസ്വദിച്ചവരാണെങ്കിലും, സ്വന്തം
മനസ്സ് പരസ്പരം അറിഞ്ഞവരാണെങ്കിലും ശരീരം പരസ്പരം അറിഞ്ഞാണെങ്കിലും സ്വപ്നങ്ങൾ പങ്കുവച്ചവരാണെങ്കിലും ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ജീവിതം എന്ന് പറയുന്ന അതിഭീകരമായ ഒരു വിധിയുണ്ട്, ജീവിതം തരുന്നൊരു വിധി. ആ വിധിയിൽ വേർപെട്ട് പോകുമ്പോൾ കൊടും ശത്രുക്കളായിട്ട് മാറിയിട്ട് പരസ്പരം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, കുട്ടികളെപ്പോലും നോക്കൂല, കുട്ടികളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭീകരമായ അവസ്ഥയുണ്ട്. കോടതി വരാന്തയിൽ കുട്ടിയെ കൊണ്ട് നിർത്തിയിട്ട് അച്ഛനെയും അമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരെന്ത് പിഴച്ചു? അവിടെയാണ് ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം. നമ്മളെ കോടതികളിൽ നമ്മൾ അഭയം തേടുന്നത്, കോടതികൾക്ക് മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വക്കീലിനെയാണ്. ഒരുപാട് വക്കീലന്മാരുണ്ട്, വക്കീലൻ പഠിക്കുന്നവരുണ്ട്. ഒരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്. 1000 കുറ്റവാളി രക്ഷപ്പെട്ടോട്ടെ. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന നിയമത്തിനകത്തൊക്കെ തന്നെ ഒരാളെ എങ്ങനെയാണ് കുറ്റമോചിതന, കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന എന്തൊക്കെ മാർഗമാണെന്ന് ആലോചിക്കുന്ന ക്രിമിനൽ വക്കീലന്മാർ, അങ്ങനെയുള്ള ഒരുപാട് വക്കീലന്മാരുടെ നിയമപരമായി സത്യസന്ധമായി ക്രിമിനൽ കേസ് പറയുന്നവരൊക്കെ ഉണ്ട്. സിവിൽ കേസ് ഇങ്ങനെ കുറേ കാലമായിട്ട് കിടക്കും, പക്ഷേ മനസാക്ഷി ഇല്ലാതെ പോകുന്ന കുറേ വക്കീലന്മാരുണ്ട്. ഞാൻ അങ്ങനെ ഒരു കേസിൽ പെട്ടിട്ടുണ്ട്. മനസാക്ഷി ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചില വക്കീലന്മാർ. ചിലരുണ്ട് മനസ്സാക്ഷിയോടുകൂടി നമുക്ക് സ്നേഹം തോന്നും അവരോട്, നമുക്ക് അവരോട് പ്രാർത്ഥിക്കാൻ തോന്നും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നും. അവരും അവരുടെ കുടുംബത്തിനും ഒന്നും ഉണ്ടാകരുത് ഈശ്വര. നമ്മൾ സ്നേഹത്തോടെ മക്കളെ എന്ന് വിളിച്ചു പോകുന്ന, അല്ലെങ്കിൽ സഹോദര എന്ന് വിളിച്ചു പോകുന്ന തരത്തിലുള്ള വക്കീലന്മാരുണ്ട്. ഇല്ലെങ്കിൽ പിതാവിനെ പോലെ കാണുന്നവരുണ്ട്. എൻ്റെ എനിക്കൊരു അഡ്വക്കേറ്റ് BN ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ട് BJPയുടെ ഒരു വക്കീലുണ്ടായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ ഒരുപാട് കേസുകൾ, യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരനാകാനുള്ള പ്രചോദനം എനിക്ക് തന്നതൊക്കെ അദ്ദേഹമാണ്. ഒരു പ്രചോദനം, എൻ്റെ കഥകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത്. ഇപ്പോൾ അദ്ദേഹം നല്ല തിരക്ക് മക്കളൊക്കെ നല്ല വക്കീലന്മാരൊക്കെ ആയി. ഞാൻ ഈ വക്കീലന്മാരെ കുറിച്ച് പറയാൻ വന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അതിജീവിതയെ വിശ്വസിച്ചിരുന്ന വക്കീൽ അവരോട് നീതി പുലർത്തിയോ എന്നുള്ളതാണ്. അവരോട് നീതി പുലർത്താൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? നിങ്ങളൊരു അമ്മയല്ലേ? നിങ്ങളൊരു സഹോദരിയല്ലേ? നിങ്ങളിൽ അഭയം തേടിയതല്ലേ? നിങ്ങൾ അഭയം തേടുമ്പോൾ ആ കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ ഈ 7-8 വർഷത്തിനിടയിൽ ആകെ 10 തവണ മാത്രമാണ് കോടതിയിൽ വന്നിട്ടുള്ളത്. വരുമ്പോൾ തന്നെ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, അതിജീവിതയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്നയാൾ ഒരു ക്ലവർ ജക്കാളാണ്, അതിബുദ്ധിമാനായ ഒരു കുറുക്കനാണ് അപ്പുറത്ത് നിന്നിരുന്നത്. അവർ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയോ? വിശ്വസിച്ച ആ അതിജീവിത നിങ്ങളെ വിശ്വസിച്ചു, നിങ്ങളെ ദൈവത്തെ പോലെ വിശ്വസിച്ചു, നിങ്ങളെ സഹോദരിയെ പോലെ വിശ്വസിച്ചു, നിങ്ങളെ മാതാവിനെ പോലെ വിശ്വസിച്ചു, നിങ്ങളെ ദൈവത്തെ പോലെ വിശ്വസിച്ചു. നിങ്ങൾ ചതിച്ചോ? ഇതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ നിങ്ങൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കോടതിക്കകത്തിരുന്ന് ഉറങ്ങി എന്ന് പറയുന്നത് നാട്ടുകാരല്ല, സ്വപ്നം കണ്ടവരുമല്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത്, നിങ്ങൾ ആ കോടതിയിൽ ഹാജരാവുമെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞ കോടതിക്ക് മുമ്പിൽ നമ്മൾ നിശബ്ദരായി പോവുകയാണ്. ആ കോടതിയുടെ മുമ്പിൽ നമ്മൾ ബഹുമാനം, ഞാൻ അവരെ മുമ്പിൽ തൊഴുതു നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. ഒരിക്കലെങ്കിലും ഒരു മജിസ്ട്രേറ്റ്, ഒരു ജഡ്ജ് അത് പറഞ്ഞില്ലേ? ഇവിടെ ഒരുപാട് തരത്തിലുള്ള മജിസ്ട്രേറ്റ്മാരുണ്ട്. എന്നെ കള്ളവാറണ്ടുണ്ടാക്കി അറസ്റ്റ് ചെയ്തിട്ട് എഴുതി വെച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ കൊറോണ കാലത്ത് ഞാൻ ഒരു കേസിൽ ജാമ്യം എടുത്ത് നിൽക്കുന്നു. നമുക്ക് പറയാനുള്ളത് കോടതിയിൽ മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, എൻ്റെ അതിലുള്ള രേഖകളുണ്ട്. നമ്മൾ ആ രേഖകൾ ഹാജരാക്കി വക്കീൽ വിശ്വസ്തരമായി വാദിച്ച് അങ്ങനെ വാദിക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുന്നത് സത്യമുണ്ടെന്ന്. അങ്ങനെ കോടതിയിൽ വിശ്വസിച്ചിരുന്ന എന്നെ വെളുപ്പിന് 4 മണിക്ക് കുറേ പോലീസുകാരെല്ലാം കൂടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അറസ്റ്റ് ചെയ്ത് പകുതിയായപ്പോൾ എൻ്റെ രാകേഷ് വക്കീൽ പോയിട്ട് എന്നെ അവിടുന്ന് കോടതിയിൽ ഹാജരായി. ഇത് കോടതിക്ക് അബദ്ധം പറ്റിയതാണ്. അതിനു മുമ്പുള്ള കോടതി എന്തോ അത് നോട്ട് ചെയ്യാൻ വിട്ടുപോയി, ജാമ്യത്തിൻ്റെ പേപ്പർ. നമുക്കറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ വേദന കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ കോടതിയെ വിശ്വസിക്കുകയാണ്. അവസാനം എന്നെ തിരിച്ചു വിട്ടു. തിരിച്ചു വിട്ടിട്ട് ആ മജിസ്ട്രേറ്റ് എഴുതി വെച്ചേക്കാണ്, എൻ്റെ ഇരിക്കുക പേപ്പർ. എന്നെ ആ വർക്കല കോടതിയിൽ ഹാജരാക്കി എൻ്റെ വക്കീലിൻ്റെ ഇഷ്ടപ്രകാരം, നിർബന്ധപ്രകാരം എന്നെ വിട്ടുവെന്ന്. ഞാൻ ഹൈക്കോടതിയിലും ബാർ കൗൺസിലും പരാതി കൊടുത്തിട്ടും നീതി കിട്ടിയില്ല. അപ്പോൾ സാധാരണക്കാരൻ എവിടെ പോകണം? സാധാരണക്കാരൻ എങ്ങോട്ടാണ് പോകേണ്ടത്? എങ്ങനെയാണ് മനുഷ്യൻ കൊലപാതകയും കുറ്റവാളിയും ഒക്കെ ആകുന്നത്? അവൻ നിയമത്തെ കയ്യിലെടുക്കുന്നത്? നമുക്ക് ആത്മരോക്ഷം കൊണ്ട് ഞാൻ ജപിച്ചു നിർത്തും. ഞാൻ എൻ്റെ മനസ്സിനെ ജപിച്ച് കീഴടക്കി.
ഇവിടെ അതിജീവിതയ്ക്ക് സംഭവിച്ചത് അതല്ലേ? ഇവരെ ഉറങ്ങാനാണോ ഇവരെ അവിടെ പറഞ്ഞു വിട്ടത്? ഇല്ല, ഇവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 8 വർഷം കോടതിയിൽ ആ കേസ് ബാധിക്കുന്നു. ഇത്രയും പ്രമാദമായ ഒരു കേസ്, ഒരു പെൺകുട്ടിയോട് ഇത്രയും നീചമായിട്ട്, മനസ്സാക്ഷിയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത, അതിപൈശാചികമായ ഒരു കർമ്മം ചെയ്തിട്ട് ദോഷങ്ങൾ. അത് മനുഷ്യനാണോ? ഇവർക്ക് അമ്മയും പെങ്ങളുമാർക്കും ഇല്ലേ ചെയ്തവന്മാർക്ക്? ഇല്ലേ? ചെയ്യിപ്പിച്ചവരെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടാ. കാരണം നിയമത്തിൻ്റെ മുമ്പിൽ അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാലം കൊടുക്കുന്ന ശിക്ഷ അത് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ. കാലം കൊടുക്കുന്ന ശിക്ഷ ഒരു കോടതി നിയമത്തിനും കൊടുക്കാൻ പറ്റില്ല. ഈ വധശിക്ഷ വിധിച്ചിട്ട് പേനയുടെ തുമ്പിടിച്ചു കഴിഞ്ഞാൽ പാപം തീരുമെന്ന് വിചാരിക്കും, തീരത്തില്ല. ഒരുപാട് ഞാൻ ഈ പറയാനുള്ള കാരണം എൻ്റെ അതിജീവിതയുടെ ഒരു മാനസികാവസ്ഥയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ വക്കീലിന് നേരെ, ആ അഡ്വക്കേറ്റിന് നേരെ, ആ TB മിനി എന്ന് പറയുന്ന ഞാൻ അവരെ പലപ്പോഴും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്തൊരു കള്ളത്തരമുണ്ട്. അത് 100%. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു പലപ്പോഴും, ഇവരെ വിശ്വസിക്കാൻ പറ്റാമെന്ന് അറിയത്തില്ല, മുഖലക്ഷണം അനുസരിച്ച് ഇവർ അത്ര ഉത്തമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ അവർ ഉത്തമയായിരിക്കും, എൻ്റെ ലക്ഷണം തെറ്റാം, നമുക്ക് തെറ്റാമല്ലോ. എന്ത് പറഞ്ഞാലും ലക്ഷണശാസ്ത്രം, ടീച്ചർ പറയുമോ സ്വാമിക്ക് എന്തിനു പറഞ്ഞു ലക്ഷണശാസ്ത്രം? ലക്ഷണത്തിൽ അറിയാൻ പറ്റും, ക്രിമിനൽ കുറ്റം ചെയ്തവരെ പറയാൻ പറ്റും. താന്ത്രിക പൂർവ്വജന്മത്തിൽ രാഹുൽ ഈശ്വരനെ പറഞ്ഞതുപോലെ, രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ഒരു താന്ത്രിക കർമ്മത്തിൽ നിന്നുണ്ടായ ഒരു ജന്മമാണ് അദ്ദേഹത്തിൻ്റെ. ഞാനത് പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെ PR വർക്ക് ചെയ്യുന്ന ഒരു ഫുള്ള് തെറിയായിരുന്നു, എൻ്റെ വേറൊരു മീഡിയയിലായിരുന്നു. അതുണ്ടാകുന്ന സംഭവിക്കുന്നതാണ്. നമ്മുടെ വക്കീലന്മാരെ ചെന്ന് പറ്റുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പണം സമ്പാദിക്കാനൊക്കെ കൊള്ളാം, അതൊക്കെ തൊഴിലിൻ്റെ ഭാഗം തന്നെയാണ്. എനിക്കറിയാം, നമുക്കറിയാവുന്ന ഒരു പ്രിയ സുഹൃത്തുണ്ട്, എൻ്റെ പുസ്തകങ്ങളൊക്കെ സ്നേഹിക്കുന്ന. അദ്ദേഹം സിവിൽ കേസ് മാത്രമേ വാദിക്കുകയുള്ളൂ, അത് ന്യായമായിട്ടുള്ളത് അത് ചെയ്യും. നമ്മുടെ ഹരിഹരപുത്രൻ അഡ്വക്കേറ്റ് ഒരാളുണ്ട് നമ്മുടെ ആലപ്പുഴ, അദ്ദേഹം സിവിൽ കേസ് മാത്രം ന്യായമായിട്ടുള്ളത് മാത്രമേ വാദിക്കുകയുള്ളൂ. ന്യായം, സമാധാനവും ശാന്തിയും വേണമല്ലോ. അന്തസ്സായിട്ട് ഈ കർമ്മം ചെയ്ത് നിർവഹിച്ച ആ ഉയർന്ന ഇരിപ്പിടത്തിലെ ഏറ്റവും വലിയതാണ് ഇപ്പോൾ ശബരിമലയിലെ 2 വക്കീലന്മാർ, ജഡ്ജിമാർ. അവരുടെ പ്രതിഷ്ഠ വയ്ക്കേണ്ടത് അവരുടേതാണ്, അതിനകത്ത് വേറെ ഒരു സംശയവുമില്ല. എനിക്ക് ഈ ശബരിമലയെക്കുറിച്ചിട്ടുള്ള കാര്യത്തിനകത്തൊക്കെ എനിക്ക് ഒരുപാട് അഭിപ്രായമുണ്ട്. അവർ 100% കോടതി കാണിക്കുന്നത്, കോടതി ആ ഉദ്യോഗസ്ഥന്മാരും കാണിക്കുന്ന 100% ശരിയാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കേസ് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ ഹൈന്ദവ സംഘടനകൾ തന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഹൈന്ദവതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അവർ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെയോ പ്രശാന്ത് എന്നൊക്കെ പറയുന്നവരൊക്കെ ദേവസ്വം ബോർഡിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളത്, അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർ കുറ്റവാളികളാണെങ്കിൽ പോലും കുറ്റം ചെയ്തിട്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം കണ്ടെത്താൻ പറ്റും. ഈ ഒരു കേസിൽ ഒരാൾക്കും ഒരാളെയും രക്ഷിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ തൽക്കാലം ഇലക്ഷനൊക്കെ വരുന്നുള്ളത് കൊണ്ട് അവരെ ഒന്നും പ്രതിയാക്കാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ. എനിക്ക് വളരെ ദുഃഖം തോന്നി. കുമ്മനം രാജശേഖരൻ പോയിട്ട് തന്ത്രി അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞതുപോലുള്ള ഇതൊരു വാർത്ത കേട്ടു. ഞാനത് കേൾക്കാൻ പോലും നിന്നില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഹൈന്ദവതയിലാണെങ്കിലും ഇത് തെറ്റാണ്, ഇതുകൊണ്ടാണ് ഹൈന്ദവത നശിച്ചു പോകുന്നത്. ഹൈന്ദവതയിൽ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള അധപ്പതനം ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ ഇതുപോലുള്ള തെറ്റുകാരികളെ ചേർത്ത് പിടിക്കുന്നതാണ്. നമ്മളെല്ലാം ആത്മീയതയിലേക്ക് ഒരുപാട് സഞ്ചരിക്കുന്ന ഒരാൾക്കാർ തന്നെയാണ്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഞാൻ കണ്ടിട്ടുണ്ട് ചാക്കുകെട്ടിനകത്ത്. അവിടെ ഞാൻ ശബരിമല 41 ദിവസം വ്രതം ഇരുന്നു. അവിടെ പണ്ട് വളരെ മുമ്പാണ്. പണം കിട്ടിക്കോട്ടെ, പണം കിട്ടും, പണം കൊടുക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ തന്ത്രിക്ക് തുല്യം കാണുന്ന അയ്യപ്പന് തുല്യമായിട്ട് കാണുന്നു. അയ്യപ്പൻ്റെ പിതാവല്ല, ആ വാക്ക് തന്നെ തെറ്റാണ്. വിഗ്രഹം ശില ഉണ്ടാക്കുന്നവനാണ് പിതാവ്. അതിൽ തൊടുന്നവനും വെള്ളമൊഴിച്ച് കഴുകുന്നവനും പൂജിക്കുന്നവനും അല്ല പിതാവ്. തന്ത്രശാസ്ത്രത്തിനകത്ത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. ശില്പം ഉണ്ടാക്കുന്നത് പെരുന്തച്ചൻ എന്ന സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? MT വാസുദേവൻ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ശില ഉണ്ടാക്കുന്ന എൻ്റെ കാന്തൂർ ആശ്രമത്തിലെ ഉഗ്രപ്രത്യങ്കരയിലൊക്കെ കെട്ടിപ്പിടിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു വലിയ അനുഭവമുണ്ട്. ഞാൻ സൂര്യകാലടി മനയിൽ നിന്ന് 2012 മന്ത്രദീക്ഷ സ്വീകരിച്ച ആളാണ്, ചാമുണ്ടേശ്വരി മന്ത്രദീക്ഷ. അപ്പോൾ അദ്ദേഹമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തി അദ്ദേഹത്തിന്. നമ്മളെ പൂജയൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല, പൂജ വലിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അവിടെ ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പൂജ ചെയ്യുവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണല്ലോ, ശിഷ്യനായിട്ട് ഞാൻ മന്ത്രദീക്ഷ മേടിച്ച ഒരാളാണല്ലോ.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പൂ എടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ആ പൂവിൽ തൊടാൻ പോയപ്പോൾ ഒരു അലർച്ച കേട്ടു. നോക്കുമ്പോൾ അവിടെ നിന്ന് വേറൊരു തന്നെ ഇങ്ങനെ മാംസളമൊക്കെ ആയിട്ടുള്ള ശരീരവും പൂണൂലൊക്കെ ഇട്ടുകൊണ്ടെന്ന് തൊടരുത് എന്ന് പറഞ്ഞു. ഇതാ പാത്രത്തിലെ പൂ ഇരിക്കുന്നത്. കാരണം നമ്മൾ ബ്രാഹ്മണനല്ല, നായരായിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പൂണൂല്ല, ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമ്മൾ മന്ത്രദീക്ഷ വാങ്ങിച്ചിട്ടുണ്ട്. മന്ത്രം തന്ന എനിക്ക് മന്ത്രദീക്ഷ, ചാമുണ്ടേശ്വരി മന്ത്രദീക്ഷ തന്ന മനുഷ്യരാണ്. ഞാനങ്ങോട്ട് മാറിയെന്ന്. ഞാൻ അവിടെ പിന്നെ ഇന്ന് വരെ ഞാൻ സൂര്യാളുടെ മലയിൽ കയറിയിട്ടില്ല. ഞാൻ കുറേ നേരത്തെ ഞാൻ ചോദിച്ച് ഇയാളിങ്ങോട്ട് വിളിച്ച് കുറച്ച് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ അലറിയ ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ 100 രൂപ എടുത്തിട്ട് ഇതാ തിരുമേനി അപ്പോൾ ഇങ്ങനെ മേടിച്ചു. അപ്പോൾ അത് തൊട്ട് പ്രശ്നമില്ലേ? നമ്മുടെ വിയർപ്പും നമ്മുടെ ശ്വാസമൊക്കെ അടിച്ച് മുഷിഞ്ഞ ഒരു നാണയം അല്ലെങ്കിൽ ഒരു ആ തുകയ്ക്ക് കൊടുത്ത അത് ദക്ഷിണ അതിങ്ങനെ മേടിക്കാം, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ബ്രാഹ്മണ സമൂഹത്തിലുള്ള നല്ല തിരുമേനിമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നല്ല മനുഷ്യരുണ്ട്, മൂല്യങ്ങളുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ ഇതുപോലുള്ള വിഷം, ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി. ഇതുപോലുള്ള വിഷാംശങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് ഇത് ആദ്യം ഈ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാന്തരാസ്മ നിങ്ങൾ ഒരു കുടം ഇങ്ങനെ പിടിച്ചു നോക്കൂ, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് തെറിച്ചു പോകും ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ. അതെല്ലാം പുറത്താണ് വെച്ചേക്കുന്നത്. ആർക്കും തൊടാം, ആർക്കും വന്ന് പൂജ ചെയ്യാം. ദൈവത്തിന് അങ്ങനെ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ശബരിമല ശാസ്താവ് ആരാണ്? കാനനവാസനാണ്. അരയന്മാരാണ് അവിടുത്തെ അയ്യപ്പൻ്റെ ശക്തി. അവരാണ് അയ്യപ്പൻ്റെ കൂട്ടുകാർ, അവരാണിത് പൂജിക്കേണ്ടത്. താഴ്മൺ കുടുംബത്തിൽ എന്നാണ് ഇത് അവിടോട്ട് ബന്ധം ഉണ്ടായത്? ഇതെല്ലാം അബദ്ധം. പിന്നെ അത് അത്തരത്തിലവർക്ക് കയറി രാഷ്ട്രീയം സംസാരിക്കരുതെന്ന് പറഞ്ഞ ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിടുന്നത്. സ്വാമി രാഷ്ട്രീയം ഒന്നും പറയരുത്. പക്ഷേ വേദനയുണ്ട്. ഒരു ഹിന്ദുവായി ജനിച്ചു പോയതിൻ്റെ വേദന. ആ ഹിന്ദുവായി ജനിച്ചു പോയത് കൊണ്ട് എൻ്റെ ജന്മഭൂമി പത്രത്തിൽ പണ്ട് ചെറിയ തുകകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ജന്മഭൂമി പത്രത്തിലാണ് ഞാൻ അറിയാത്ത എന്നെക്കുറിച്ച്, എൻ്റെ ആശ്രമത്തെക്കുറിച്ച് വാർത്ത എഴുതിയിട്ട് ഒരു യൂട്യൂബ് ചാനലുകാർ കയറി എൻ്റെ ആശ്രമം നശിപ്പിച്ചത്. ഞാൻ അയാളെ വിളിച്ചു, എഴുതിയ ശ്രീകുമാറാണ് എൻ്റെ ഒരുത്തൻ. അയാളെ ഞാൻ വിളിച്ചു ചോദിച്ചു, അത് പോലീസിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി. ഞാൻ വിളിച്ചു, പോലീസിൽ അങ്ങനെ സംഭവമേ ഇല്ല. അപ്പം ഇതൊക്കെ നിലനിർത്താനായിട്ട് അവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആരാണോ അതൊക്കെ ഇതെല്ലാം മറ്റൊരു തരത്തിലായിപ്പോയി. ഇത് പറയുന്നത് കൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മൾ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല. ശ്വാസം എപ്പോഴാണോ നിലയ്ക്കുന്നത് അപ്പോൾ ആ കാന്തല്ലൂർ ആശ്രമത്തിൽ പോയിരുന്ന് ആ ശവകുടീരം ഉണ്ടാക്കി വെച്ച് അതിനകത്ത് കയറിയിരുന്ന് ഈ ഭൂമിയിൽ ശരീരവും കൂടെ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷയമല്ല. തെറ്റാണെന്ന് തോന്നിയാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെ. തന്ത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ശരിയാണ്. തന്ത്രി അറിയാതെ ഒന്നും വെളിയിൽ പോകില്ല. രാജീവ് കണ്ഠരാർ ചെയ്ത തെറ്റ് തന്നെയാണ്. പിന്നെ അവിടെയുണ്ട് മോഹൻ കണ്ഠരാർ. പുള്ളി എന്താണ്? പുള്ളി വളരെ മുമ്പ് ഒരു വനിതാ ഗുണ്ടയുടെ മുമ്പിൽ നഗ്നനായിട്ട് നിന്ന ആളാണ്. അവളുടെ വീട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടതാണ്. മദ്യം ശബരിമല വിഗ്രഹത്തിൻ്റെ പുറയിൽ മദ്യം കഴിച്ചു എന്ന് വരെ വാർത്തയുണ്ടായിരുന്നു അക്കാലത്ത്. അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ഇവരെല്ലാം പോയി കിടന്ന് ഇവരെല്ലാം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവനെ മനുഷ്യനായിട്ട് തന്നെ കരുതാം. മനുഷ്യനായി 2 കാലും ചെവിയും വായും മൂക്കൊക്കെ ഉണ്ടായിപ്പോയില്ലേ? അവൻ ഈ നാട് മുഴുവൻ നടന്ന് ഇവരെല്ലാം പോയി നിരപ്പെ പൂജ നടന്നല്ലോ അയ്യപ്പൻ്റെ പേരിൽ. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടാക്കി ഇതിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വരല്ലോ. കോടതിയുടെ ശിക്ഷയല്ല ഞാൻ പറയുന്നത്, അയ്യപ്പൻ കൊടുക്കുന്ന ശിക്ഷയുണ്ട്. ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഇപ്പോൾ കിടക്കണില്ലേ ജയിലിൽ? ഇപ്പോൾ കിടക്കുന്ന എവിടെയാണ്? അപ്പോൾ ഇതൊന്നും നേരത്തെ തോന്നിയില്ലേ? ഇപ്പോൾ കിടക്കുന്ന ജയിലിൽ കിടക്കുകയില്ലേ? നിലത്ത് പായം പിരിച്ച്. ആരും കുടുക്കിയത് അയ്യപ്പൻ തന്നെയാണ്. ഒരാളെ കുടുക്കിയിട്ടുള്ളൂ, അത് അയ്യപ്പനാണ്. അല്ലാതെ പിണറായി വിജയൻ സഖാവെന്നും ഇവിടെ കുടുക്കിയിട്ടില്ല ആരെയും. ഒരു പോലീസുകാരും ആരെയും ഇതിനകത്ത് കുടുക്കിയിട്ടില്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടും എന്ന് വിചാരിച്ച നാളെ ഞാൻ ഹൈന്ദവയെ സ്നേഹിക്കുന്നവനല്ല, സ്വാമി വേഷം കെട്ടിയിരുന്നോണ്ട് ഇങ്ങനെ പറയരുതെന്നല്ല പറയേണ്ടത്. നിങ്ങൾ തെറ്റ് തിരുത്താൻ പറയൂ. ഇത് തെറ്റാണ്. ഞാൻ ആദ്യം മുതലുള്ള ഞാൻ ഈ DNA ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ശബരിമല വിഷയത്തിനകത്ത് ഹൈന്ദവ സംഘടനകൾ എന്തുകൊണ്ടാണ് പുറകിലോട്ട് നിൽക്കുന്നതെന്ന്. തെറ്റ് ചെയ്തിട്ടുണ്ട് തന്ത്രി. തെറ്റ് ചെയ്താൽ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? ഈ സ്വർണ്ണപ്പാളികളെല്ലാം ഇളക്കിക്കൊണ്ടുപോയപ്പോൾ പറ്റിയില്ല എന്ന് പറയാൻ പറ്റുമോ? ചതിയും വഞ്ചനയും ഒക്കെ ചെയ്തിട്ട് ഇവരൊക്കെ ദൈവതുല്യരൊന്നും ആവില്ല. അതങ്ങനെ ദൈവതുല്യനാവും. ദൈവം എന്ന് പറയുന്നൊരു സാങ്കല്പിക ശക്തിയാണ് പ്രപഞ്ചത്തിൽ നിന്നുള്ളത്. അയ്യപ്പൻ എന്ന് പറയുന്നത് എന്താണ്? ഇവർക്കൊന്നും അവകാശമില്ലാതെ എങ്ങനെയൊക്കെ അവിടെയൊക്കെ കയറിപ്പറ്റി അവിടെ ഉണ്ടായിരുന്നവരൊക്കെ തട്ടിച്ചുടച്ച്, അല്ലെ ചണ്ടാല ഭിക്ഷുകിൽ പറയുന്ന പോലെ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറയുന്ന പോലെ, ഇത്തിരി വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്ന പോലെ, കുമാരനാശൻ എഴുതിയ പോലെ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയില്ലേ? നമ്മൾ ബ്രാഹ്മണൻ തൊട്ടാൽ എന്താണ്? സിനിമ കാണാൻ പോയാൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ അവന് തൊടൂലേ? അവൻ ഏറ്റവും വലിയ തന്ത്രി ആയിക്കോട്ടെ.
ഇതൊക്കെ ഏത് കാലഘട്ടത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്? ഹൈന്ദവൻ്റെ ശക്തി എന്ന് പറയുന്നത് ഹൈന്ദവർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ഹൈന്ദവത നിലനിർത്താനുള്ള സാംസ്കാരികപരമായിട്ടുള്ള മൂല്യങ്ങൾ, ദൈവികമായിട്ടുള്ള മൂല്യങ്ങൾ, തന്ത്രമാന്ത്രിക ശക്തിയുടെ മൂല്യങ്ങൾ അത് ഉയർത്തി നിൽക്കുമ്പോഴാണ്, അതിനെ ചെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഹൈന്ദവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയ കസേര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, MLA മാരെ ഉണ്ടാക്കാനുമല്ല, അത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതുമല്ല, മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിത് പറയുന്നതുകൊണ്ട് എന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഇതിനെല്ലാം മനുഷ്യരെ സ്നേഹിക്കുന്നവർ എല്ലാവരും വരാറുണ്ട്. ഞാൻ അവരുടെ ഫലങ്ങൾ പറയാറുണ്ട്, അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കാറുമുണ്ട്. എനിക്ക് വേദനയുണ്ട്, ആ വേദനയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ തെറ്റുകൾ, ഇത് തെറ്റാണ്, തന്ത്രി ചെയ്ത തെറ്റാണ്, തന്ത്രി അറിയാതെ ഈ കട്ടളപ്പാളികൾ പുറത്തു പോവില്ല. ഉണ്ണികൃഷ്ണൻ പോലെ ഒരു മൂന്നാം കിട അവിടെ പാത്രം കഴുകാൻ വന്നവനെയൊക്കെ പിടിച്ച്, എവിടെ നിന്നവനെയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്ര പേര് പോയി? അറിയാത്ത എത്ര ഉദ്യോഗസ്ഥന്മാർ കാണും ഇതിനകത്ത്. മോളിൽ നിന്ന് പറയുമ്പം ഒപ്പിട്ട് കൊടുത്തവരില്ലേ? ദൈവത്തിൻ്റെ ശിക്ഷയുണ്ട്, അത് വളരെ കഠിനമാണ്. ഞാനിപ്പോൾ വക്കീലന്മാരുടെ കാര്യം പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇപ്പോൾ ഏതെങ്കിലും വന്നാൽ ഇവിടുത്തെ പ്രഗത്ഭന്മാരായിട്ടുള്ള വക്കീലന്മാരുണ്ട്. ഏത് കള്ളത്തരം ചെയ്താലും ആ ലക്ഷക്കണക്കിന് രൂപ അങ്ങ് മാറ്റിവെക്കും കോടതിയിലേക്ക് കൊടുക്കാനായിട്ട്, വക്കീലന്മാർക്ക് കൊടുക്കാനായിട്ട്. ആ പണം മേടിച്ചുകൊണ്ട് കേസ് വാദിക്കുന്നവർ നമ്മളത് അനുഭവിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ തലമുറകൾ അനുഭവിക്കണ്ടേ? നമ്മൾ ജീവിച്ചിരുന്ന കാലത്തെ ബോധ്യപ്പെടുത്തുന്ന തലമുറകൾ വേണ്ടേ? വളരെ വിഷമകരമാണ് സത്യം പറഞ്ഞാൽ. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആരും വക്കീൽ പണിക്ക് പോവാതിരിക്കുക. മനസമാധാനം കിട്ടുമല്ലോ. നമ്മൾ കള്ളത്തിനും ചതിക്കും വഞ്ചനയ്ക്കും കൂട്ടു നിൽക്കണം അല്ലേ? അതായിപ്പോയി. അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് നിയമം, എല്ലാം നിയമസംഹിതകൾ, അത് ക്രിമിനൽ കുറ്റങ്ങളുടെ വാക്കുകൾ, അക്ഷരങ്ങൾ വളരെ പ്രയാസമാണ്. ഞാൻ ഇന്ന് അതിജീവിതയുടെ കേട്ടപ്പോൾ എനിക്കങ്ങ് അവർ ഉറങ്ങുകയാണ്. ഒരു മജിസ്ട്രേറ്റാണ് പറയുന്നത്. നിങ്ങൾ ഒരു മജിസ്ട്രേറ്റ് പറയാണ്, പ്രതിഭാഗത്തിൻ്റെ വക്കീൽ, എന്നിട്ട് അവർ പുറത്തിറങ്ങിയെന്ന് വലിയ വാദോരാതെ സംസാരിക്കുന്നുണ്ട് കോടതിക്കെതിരെ. അവർ ഉറങ്ങുക തന്നെ ആയിരുന്നിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും തെളിവുള്ളത് വാദിച്ച് കാര്യങ്ങൾ പറയണ്ടേ? അവിടെയാണ് ക്ലവർ ചക്കളായ ദിലീപിൻ്റെ ബുദ്ധി. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇതൊക്കെ തന്നെ ഈ കാണിക്കുന്ന ഈ അബദ്ധങ്ങൾ, നമ്മൾ മനുഷ്യരെ ആരെയും, ഞാനൊരു കാര്യം പറയാം, ഇതിനകത്തൊന്നും ആരെയും കുരുക്കാൻ പറ്റില്ല. മാറ്റിയൊക്കെ വയ്ക്കുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇലക്ഷന് വേണ്ടിയിട്ട്. പക്ഷേ ഒരാൾ പോലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇതിൻ്റെ ശിക്ഷയുടെ അവസാനം എന്ന് പറയുന്നത് ചെറുതല്ല. അയ്യപ്പൻ കൊടുക്കുന്ന ശിക്ഷ ചെറുതല്ല, അത് കൊടുത്തിരിക്കും. എൻ്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട്. അയ്യപ്പൻ്റെ ശിക്ഷ മറ്റുള്ളത് പോലല്ല. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ദൈവം ഇല്ലയെന്ന് പറഞ്ഞാലും ഒരു പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടത്. ആ ശക്തി നീ എന്ത് വാക്കാണോ നീ ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്നത് സത്യസന്ധമല്ലെങ്കിൽ നിനക്ക് വരും. എന്നെയൊക്കെ എന്തുമാത്രം മാനസികമായി തകർത്തിട്ടുണ്ട്. ഒരു വക്കീലിൻ്റെ കഥയായിട്ട് ഞാൻ വരുന്നുണ്ട്. എന്നെ ചതിച്ച ഒരു വക്കീലിൻ്റെ കഥയായിട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറേ രേഖകളോട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ ചതിച്ചാൽ മാത്രമേ നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുകയുള്ളൂ. നമ്മൾ ശുദ്ധമാകണം, നമ്മൾ വേദനിക്കണം, നീറണം അല്ലേ? ഞാൻ ദൈവത്തിന് വേദനകൾ തരുന്തോറും ഞാനിങ്ങനെ എൻ്റെ അടുത്തൊരു ജന്മമില്ലല്ലോ ഈശ്വര, ഈ ജന്മത്തോടുകൂടി എൻ്റെ ജന്മം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു പോട്ടെ. എന്നെ ചതിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ ഞാൻ ഏതോ ജന്മത്തിൽ ഇവരെയൊക്കെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ളവരായിരിക്കും. അവർ ഈ ജന്മത്തോടുകൂടി എല്ലാം തീർത്തു പൊക്കോട്ടെ. എല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് തരൂ ഭഗവാനെ. ഞാനെല്ലാം സഹിക്കട്ടെ. അതുപോലെ നിങ്ങൾക്ക് തരുന്ന വേദനയെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കൂ. നമ്മളെ ചതിച്ചവരും വഞ്ചിച്ചവരും ദുഃഖിപ്പിച്ചവരും പറ്റിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ തന്നെ പണം നിങ്ങൾ മാറ്റി നിർത്തൂ. ഈ വേദന സഹിക്കാനുള്ള ശക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്ക് തരാൻ, എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ, എൻ്റെ എല്ലാ ചിന്തകളിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഈ വേദനയൊക്കെ ഞാനും ആത്മീയമായി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയ ജ്ഞാനവും വിവരവും ഒന്നുമില്ല. ആകെ ഈ കണ്ണേശി ഉപാസനയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പലതിനും പരിഹാരവും ഇല്ല. ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞുകൂടി ഇനി നാളെയും കൂടെ ഉണ്ട്, ഇനി ഇപ്പോഴങ്ങ് ഉണ്ടാവുമെന്നും അറിയാൻ വയ്യ. ആ അമ്പലം പണിയുന്നത് കൊണ്ട് അമ്പലം അങ്ങനെ കിടക്കുവാണ്, ഒരു നിവർത്തിയില്ല. അത് 500 രൂപ തുടങ്ങിയതാണ്, ഇപ്പോൾ 1000 രൂപയാക്കി. കാരണം അവിടെ ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, വരുമാനമില്ല, പിരിവെടുക്കൂല, ചാലക്കമ്പോളത്തിലാണ്, ഒരു പിരിവുമില്ല. പണ്ട് ഭയങ്കരമായിട്ട് നടന്നതാണ്. അപ്പം ഞാനവിടെ ചെന്നിരുന്ന് ഉണ്ടാക്കിയിട്ട് എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ പൂവൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിനെ ഉണ്ടാവും, അത് മതി. അല്ല ലാഭം ഉണ്ടാക്കാനുള്ളല്ലോ അമ്പലം. എന്തെങ്കിലും ഒരു കാലത്ത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം മുറിപ്പാലിത്തറി മാടന്തമ്പുരാൻ ചെയ്തു. എന്തെങ്കിലും ഒരു കാലത്ത്, എന്തെങ്കിലും ഒരിക്കൽ 1000 വർഷം കഴിഞ്ഞ് എനിക്കൊന്ന് പറയുന്നുണ്ട് ഒരിടത്ത്, 1000 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു മഹാക്ഷേത്രമായിട്ട് നിലനിൽക്കട്ടെ. ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരും, വ്യക്തിപരമായിട്ടല്ല, ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചവരും മനുഷ്യരെ നശിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ മനുഷ്യരായിട്ട് ജനിച്ച് തന്നെ
ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകട്ടെ. കൊല്ലുന്നവരും കൊലപ്പെടുത്താൻ ശ്രമിച്ചവരും അപഖ്യാതി ഉണ്ടാക്കിയവരും നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ദൈവം മനുഷ്യൻ്റെ ജന്മം തന്നെ കൊടുക്കും. ഓരോന്നെ നീ പൂർവ്വജന്മ വാസന, നീ എങ്ങനെയാണോ നീ ജന്മത്തിൽ ചെയ്ത കർമ്മം എന്ന് പറഞ്ഞാൽ, രാജാവ് മോശകർമ്മങ്ങൾ ചെയ്താൽ യാചകൻ നല്ല കർമ്മങ്ങൾ ചെയ്താൽ രാജാവായും ജനിക്കും എന്നാണ്. ജ്ഞാനപ്പാനം നിങ്ങളൊന്നും വേണ്ട, ജ്ഞാനപ്പാനം ഒന്ന് ബിഗിനിങ് അവസാനം വരെ ഒന്ന് വായിച്ച് അതൊന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒന്നും നമ്മളെ തൊടാൻ പറ്റില്ല, നമ്മളൊന്നിലും ഒന്നും സ്പർശിക്കില്ല. നീ എന്ത് തന്നോളൂ ഭഗവാനെ, ഞാൻ എൻ്റെ കർമ്മം കൊണ്ട് എൻ്റെ ഏതെങ്കിലും ജന്മത്തെ ദോഷങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് മുഴുവൻ സ്വീകരിച്ചോളാം, ഭഗവാൻ എന്ത് വേണമെങ്കിലും തന്നോളൂ, ഞാനത് സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ട് നിന്നാൽ മതി. അല്ലാതെ ദൈവമേ എനിക്ക് കുറേ പൈസ തരണേ, എൻ്റെ 10 സിനിമ വരുമ്പോഴത്തെ കഥകൾ ഉറങ്ങണേ, എൻ്റെ കയ്യിൽ കുറേ പണം വേണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോക്കാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അറിഞ്ഞുകൊണ്ട് പോലും ഒരു തെറ്റ് ചെയ്യാനോ അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് ഒരാളെ വേദനിപ്പിക്കാനോ ഒരാളെ ദ്രോഹിക്കാനുള്ള ഒരവസ്ഥ ഓരോ നിമിഷവും ഉണ്ടാകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ജന്മത്തിൻ്റെ അവസാനവും വരും ജന്മത്തിലും നമുക്ക് പുണ്യം കിട്ടും. ആ സമാധാനവും ശാന്തിയും നമുക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ മനസ്സിലെ വികാരങ്ങൾ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഞാനൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട DNA പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.